ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്പോൾ റൂമൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പുതിയ ചാനലാണിത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇത് ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. മൈൻക്രാഫ്റ്റിന്റെ ഒരു സോളോ സർവൈവൽ സീരീസ് ആണിത്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് പവർ ആക്കുക ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരെല്ലാം മുടിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഡേയ്സ് നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിച്ചില്ലേ ശരിയാവത്തില്ല. കാരണം വില്ലേജേഴ്സിന്റെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണം. അതാണ് ഫസ്റ്റ് ടാർഗറ്റ്. അപ്പൊ ഇവിടെ കയറി എന്തെങ്കിലും വില്ലേജ് വല്ലതും ഉണ്ടോന്ന് നോക്കിയേക്കാം. ഇവിടെ നോക്കിയിട്ട് വില്ലേജ് ഒന്നും അങ്ങനെ കാണുന്നില്ല. അപ്പൊ നമുക്കിനി ഇവിടുന്ന് നേരെ ഓടിപ്പോവാം ഗൈസ്. ഓടിപ്പോയിട്ട് അപ്പൊ ഗൈസ്, ഇന്നത്തെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ഗൈസ്. വില്ലേജസിന്റെ ഒന്നും അടിച്ചു മാറ്റുന്നതല്ല മെയിൻ ടാർഗറ്റ്. നമുക്ക് ഇന്ന് ഫുള്ള് അയൺ ആർമർ സെറ്റ് ആക്കണം. നമ്മുടെ ഡേ 1 തന്നെ ഫുൾ അയൺ ആർമർ സെറ്റ് ആക്കണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പൊ അത് ഇവിടുന്ന് നേരെ ഓടി നമുക്ക് വില്ലേജ് വല്ലതും ഉണ്ടോ എന്ന് തപ്പി നോക്കാം. ഞാൻ എപ്പോ വേൾഡ് ഇറങ്ങിയാൽ വില്ലേജ് കിട്ടുന്നത്. ഒരു വില്ലേജർ വില്ലേജ് കിട്ടി. എന്താ വെച്ചാൽ അമ്മ ലക്കി ആയതുകൊണ്ട് പിന്നെ എപ്പോഴും വില്ലേജർ ഔട്ട് പോസ്റ്റും എല്ലാം കിട്ടും. അതുകൊണ്ട് പിന്നെ സീനൊന്നുമില്ല. ഇപ്പൊ രാത്രി ആയിരുന്നില്ല. ഇനി നമുക്ക് എവിടെയെങ്കിലും കയറി കിടക്കണം. ഏതെങ്കിലും വില്ലേജിന്റെ വീട് അടിച്ചു മാറ്റാം. അവിടെ കയറി കിടന്നുറങ്ങാം. അപ്പൊ ഗൈസ്, ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് വുഡൊക്കെ സെറ്റ് ആക്കണം. വുഡ് സെറ്റ് ആക്കി കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ടൂൾസ് വെച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. ഇവിടെ വുഡ് എടുക്കാം. അതിന് 2 തടി വെട്ടിയെടുത്തിട്ട് അതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കും. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പരിപാടി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു പിക്കാറ്റ്സ് വേണം. പിക്കാറ്റ്സിന് 2 സ്റ്റിക്ക് നടുക്ക് വെച്ച് മണ്ടയ്ക്ക് 3 തടി നിറക്കി വെക്കാം. അപ്പോൾ ഒരു പിക്കാറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ആക്സും കൂടെ വേണം. കാരണം മരമൊക്കെ കുറെ വെട്ടാനുണ്ട്. അപ്പോൾ ആക്സ് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി മരം വെട്ടിലോട്ട് കടക്കാം. ഞാൻ മരമൊക്കെ വെട്ടി ഇങ്ങോട്ട് വന്നപ്പോ ഒരു കേവ് കണ്ട്. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഞാൻ വന്നേ. അപ്പൊ ഇവിടെ ഒരു കേവ് കണ്ട്. അപ്പൊ ഈ കേവിലാണെങ്കിൽ ഇവിടെ കുറെ ഇതിരിപ്പുണ്ട്. കോപ്പർ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ അയൺ കാണുന്ന ഗൈസ്. എന്റെ ഒരു ഇതിൽ ഇവിടെ അയൺ കാണും ഗൈസ്. ഉറപ്പായിട്ടും അയൺ കാണുന്നത്. ഇതുവഴി ഇറങ്ങാൻ ഇവിടെ വെള്ളം ഒഴിച്ചേ പോകുന്നുണ്ട്. മണ്ടയ്ക്ക് ഇതുവഴി നമുക്ക് ഇറങ്ങാൻ പറ്റും. നമുക്ക് ഇറങ്ങി നോക്കാം. പിന്നെ ഇറങ്ങാം. നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. കാരണം സ്റ്റോണിന്റെ കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് മൈനിങ്ങിനൊക്കെ പോകാനായിട്ടാവും. കുറച്ച് സ്റ്റോൺ എടുത്തേക്കാം ഇവിടുന്ന്. നമുക്ക് സ്റ്റോൺ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ വീട്ടിൽ കയറി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒക്കെ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ ഇവിടെ ബ്രെഡിന് പോകുന്ന ഒരു പേപ്പറുണ്ട്. എല്ലാം എടുത്തേക്കാം. നമ്മൾ വില്ലേജറിന്റെ എല്ലാം നമ്മൾ അടിച്ചു മാറ്റുന്നുണ്ട്. നല്ലപോലെ വില്ലേജറിനെ എന്തൊക്കെയാണ് നല്ലപോലെ വലിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് ബാക്കി പരിപാടി എല്ലാം തുടങ്ങാം. ഇതേ ഇവിടെ മച്ചാനിപ്പുണ്ട്. എന്താ ബ്രോ? നമ്മുടെ സ്റ്റോൺ ടൂൾസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയായാലും ആ മൈനിലോട്ട് പോവാം. മൈനിലോട്ട് പോയിട്ട് കാവിന് കുറച്ച് കോപ്പർ എടുക്കണം. കോപ്പർ എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവം എല്ലാം എടുക്കും. ഈ സോബി തൊട്ടേ മിക്കവാറും നമ്മൾ ചാവാൻ ചാടിച്ചിട്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ ആർമർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സോബി തൊട്ടേ നമ്മൾ ചാവും. ഇവിടെ സോബി ഉണ്ട്. പെട്ട് സോബി അടിക്കും. എനിക്ക് തോന്നുന്നത് ചാവും തോന്നുകയായി. തോമ്പി വായി തരാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ഫസ്റ്റ് കാല് വെച്ചതേ ഉള്ളു. കേവിലോട്ട് കാല് വെച്ചതേ ഉള്ളു. അപ്പോഴത്തേക്ക് സോമ്പി കടിച്ചു പോകും. നമുക്ക് എന്തൊക്കെയായാലും പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം എടുക്കണം. ഇല്ലെങ്കിൽ ഉള്ള സാധനം ഡിസ്പോൺ ആയി പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സോബി ആയൊരു വിഷയം. സ്കെലിറ്റഡ് സോബിയിലായി വിഷയം. പിന്നെ അടിക്കുന്നവരെ എങ്ങനെ കൊല്ലണം. കൊന്നാലേ നമുക്ക് ചത്താൻ കിട്ടും. നമുക്ക് എന്തെങ്കിലും താഴോട്ട് പോകണം. താഴോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കോപ്പർ ഉണ്ട്. കോപ്പർ എടുത്തിട്ട് നമുക്ക് താഴോട്ട് പോകാം. ഇവിടെ അയണും ഉണ്ട്. മണ്ടയ്ക്കതിന് 3-4 അയൺ ഇരിപ്പുണ്ട്. നമുക്ക് അതിന് ഫസ്റ്റ് അയൺ എടുക്കാം. അയൺ എടുത്തിട്ട് നമുക്ക് ബാക്കി കോപ്പർ എല്ലാം എടുക്കാം. അപ്പൊ കുറച്ച് ഡേർട്ട് വേണം. ഡേർട്ട് എടുത്തിട്ട് നമുക്ക് മണ്ടയ്ക്ക് ബ്ലോക്ക് ഇട്ട് കയറി അയൺ എടുക്കാം. ഓക്കെ, മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അയൺ എങ്ങനെയും എടുക്കണം. അപ്പൊ അയൺ എടുക്കാൻ അവിടെ സ്റ്റോണിന്റെ ആക്സ് ഇല്ല. നമുക്ക് എന്തൊക്കെ ആക്സ് എടുത്തിട്ട് ആ ഒരു അയൺ മൈൻഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മള് ടൂൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തൊക്കെയാണ് നൈസായിട്ട് ഒരു അയൺ അങ്ങ് എടുക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് അയൺ, നമ്മുടെ ഈ വേൾഡിലെ ഫസ്റ്റ് അയൺ ആക്ച്വലി ഈ ടൂൾ എന്ത് നമ്മള് ഫസ്റ്റ് അയൺ എടുത്തിട്ടുണ്ട്. 1 2 3 4
ഗൈസ് 4 അയൺ കിട്ടി. 5, 6. ഗൈസ് ഇത് ഇഷ്ടം പോലെ ആയി കേട്ടോ, ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇവിടെ. 6, 7, 8, 9. ഗൈസ് 9 അയൺ കിട്ടി ഗൈസ്. അപ്പൊ ഫസ്റ്റ് തന്നെ 9 അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് താഴെ അയണുണ്ട്, ഇനി നമുക്ക് താഴോട്ടൂടെ പോയാൽ മതി. ഇവിടെ അയണുണ്ട്. ഓക്കെ, അപ്പൊ അത് അടുത്ത അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ഇനി താഴോട്ട് പോകാൻ. താഴെ കുറെ അയൺ കാണും. ഇവിടെ തന്നെ ഇത്ര അയണാണ്, ഒരിക്കലും താഴെ ഉറപ്പായിട്ടും ഒരുപാട് അയൺ കാണും ഗൈസ്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ഫുൾ ആർമർ സെറ്റ് ആക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒരു ക്രീപ്പർ വരുന്നുണ്ടല്ലോ, ക്രീപ്പർ വിഷയം കേട്ടോ. നമുക്ക് മണ്ടക്കോട്ട് കയറിയല്ലോ, ക്രീപ്പർ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാലും അയൺ കൊണ്ടുവച്ചിട്ട് വരാം. ഈ അയൺ കൊണ്ടുവച്ചിട്ട് നമുക്ക് അടുത്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മളിവിടെ അയൺ ഉരുക്കാൻ വെച്ചപ്പോണ്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് പോയി ബാക്കിയുള്ള പോയി എടുക്കണം കഴിച്ചു. ഫസ്റ്റ് നമുക്കാണെങ്കിൽ കോളില്ല, നമുക്ക് എങ്ങനെയാലും കുറച്ച് കോൾ ഒപ്പിക്കണം. പിന്നെ ഇപ്പൊ കുറച്ച് കോൾ എടുത്തോണ്ട് വരാം. ഓക്കെ, അങ്ങനെ നമുക്ക് കോൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. കുറെ നേരം എടുത്തിട്ടോ വരാം, രാത്രി എങ്ങാണ്ടായി ഇപ്പം. കുറെ നേരം എടുത്ത് കോൾ കിട്ടാനായിട്ട്. അപ്പൊ ഇവിടെ കുറെ കോൾ ഉണ്ടാവും. കോൾ എടുത്തിട്ട് ഇനി നാളെ രാവിലെ നമുക്ക് വൈകിട്ട് പോകാം. ഓക്കെ, അപ്പൊ ഫൈനലി നമ്മള് വില്ലേജ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കയറി കിടക്കാം. കയറി കിടന്നിട്ട് നമുക്ക് ഈ രാവിലെ ആയിട്ട് മൈനിങ്ങിന് പോകാം ഗൈസ്. ഓക്കെ, രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയായാലും അയൺ വെച്ച് നമുക്കൊരു പിക്കാറ്റ്സ് ഉണ്ടാക്കാം. പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഒരു പിക്കാറ്റ്സും പിന്നെ ഒരു ലെഗിൻസും ഒരു അയണിന്റെ ബൂട്ടും ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഫുഡ് വേണം. ഫുഡ് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് മൈനിങ്ങിന് പോകാം ഗൈസ്. ഓക്കെ, നമ്മൾ മൈനിങ് വന്നു. ഇനി നമുക്ക് താഴോട്ടാണ് പോകേണ്ടത്. താഴോട്ട് പോയിട്ട് നമുക്ക് താഴെയുള്ള അയൺ കൂടെ എടുക്കണം. ഇതൊക്കെയാണ് ഇവിടെ കുറെ കോപ്പർ ഉണ്ട്. ആകാശത്ത് ഇവിടെ അയൺ ഉണ്ട്. എന്തൊക്കെയാണ് ഈ അയൺ എടുക്കണം. ഈ അയൺ എടുത്തിട്ട് ഈ താഴെയും കുറെ അയൺ ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെയുള്ള ഫുൾ അയൺ എടുക്കണം. എന്നിട്ട് നമുക്ക് ഫുള്ള് നമുക്ക് അയൺ ആർമർ സെറ്റ് ആക്കണം കേസ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിൽ മെയിൻ ടാർഗറ്റ്. നമുക്ക് അയൺ ആർമർ സെറ്റ് ആക്കണം, ഫുൾ അയൺ ആർമർ. ഇവിടെ ഉണ്ടായ ഇവിടുന്ന് അയൺ എടുത്ത് നമുക്കിനി ഇത് വലിയ മൈനാണ് കേട്ടോ. ഇത് കുറെ ഇവിടെ കുറെ അയൺ ഉണ്ട്. മിക്കവാറും നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് ഈ ഒരു കേവ് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഇവിടെ ഇഷ്ടംപോലെ അയൺ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഡയമണ്ട് കാണാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഇവിടെയും കുറെ അയണിനും പോകും. ഇവിടെ 2-3 അയൺ വെച്ച് നമുക്ക് മിക്കുള്ള സ്ഥലത്ത് ഇത് കിട്ടുന്നുണ്ട്. താഴോട്ട് പോകുമ്പോൾ ഇനി എന്തോ അവസ്ഥ അറിയത്തില്ലത്. അവിടെ ഫുൾ അയണാണ്. നമുക്ക് അതും കൂടെ എടുത്തിട്ട് താഴോട്ട് പോകണോ അതോ നേരെ പോകണം. ഇപ്പൊ തന്നെ കുറെ അയണായി. നമുക്ക് എന്തെങ്കിലും താഴോട്ട് പോയി നോക്കാം. ഓ ഗൈസ്, ഇത് വലിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ മണ്ടയ്ക്ക് അയണുണ്ട്, ഇവിടെ താഴെ അയണുണ്ട്. ഗോൾഡ് ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് അയൺ എടുക്കാം. ഓ അവനെ തട്ടി ഇത് സീനാട്ടോ. ഇവിടെ നമ്മള് വന്ന് കേറിയപ്പോഴേ ഇവിടെ ഫുള്ള് സോബിയും ക്രീപ്പറും എല്ലാവരും വന്ന് പൊട്ടിത്തെറിക്കുന്നു. നമുക്ക് എന്തൊക്കെയാലും ഇവിടുന്ന് പെട്ടെന്ന് ഇനി അയൺ എടുത്തിട്ട് ബാക്കിയുള്ള അയൺ കൂടെ ഒക്കെ എടുത്തേക്കാം. ഇവിടെ ഗോൾഡ് ഒക്കെ ഇരിപ്പുണ്ട്. എനിക്ക് അറിയത്തില്ല ഇനി അകത്തോട്ട് ഡയമണ്ട് ഉള്ളത് എനിക്ക് അറിയത്തില്ല. എന്തൊക്കെയാണ് ഇഷ്ടം പോലെ ആണ്, ഇഷ്ടം പോലെ ആണ് എടുപ്പുണ്ട്. എന്തൊക്കെയാണ് ഈ ഗോൾഡും എടുത്തേക്കാം. 2, 3, 4, 5 ഗോൾഡ്. 5 ഗോൾഡ് അവിടെ പോയിട്ടുണ്ട്. ഇവിടെ അയണും ഉണ്ട്. അയണും എടുത്ത് ഇവിടെ പിന്നെ അയൺ ഫുൾ അയണാണ് കേട്ടോ. ഇവിടെ താഴോട്ട് ഒഴിക്കുന്നത് ചുറ്റും അയണിന്. പോയി, എല്ലാം പോയി ഗൈസ്. എന്റെ അയൺ മൊത്തം പോയി ഗൈസ്. നമ്മള് പിന്നെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഡീസ്പോൺ ആയപ്പോഴെന്ന് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും നോക്കാം. ഇവിടെ ആയിട്ടെങ്ങാണ്ടാ ചത്തത്. ഇവിടെ ഡീസ്പോൺ ആയിട്ടില്ല. എന്തെങ്കിലും ഇവിടെ കുറെ സാധനങ്ങളെല്ലാം നമ്മൾ വിറ്റിട്ടുണ്ട്. ഓ സ്കെൽട്ട് ഇവിടെ ഫുള്ള് സോംബിയാ കേട്ടോ. ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, ആ രീതി സോംബി. ഇത് ഇവിടെ ഇത്രയും ബ്ലോക്ക് ആയിട്ട് നിന്നിട്ട് എടുത്ത് നമുക്ക് നമ്മുടെ അമ്പ് വിടുന്നുണ്ട്. ഒരാളുടെ കാര്യം ഒറ്റ കട്ടുള്ളൂ. മിക്കവാറും ചാവും. ഇതുവരെ ഇഷ്ടം പോലെ സാധനം കഴിച്ചു. ഇവിടെ ഗോൾഡും അയണും മാത്രമുള്ള ഇവിടെ ഒറ്റ ഡയമണ്ട് ചെയ്തവരെ കണ്ടിട്ടില്ല. ഇവിടെ എന്തെങ്കിലും നല്ല പൊക്കത്തിൽ കയറി നിൽക്കുക, ഇല്ലെങ്കിൽ അടി കൊണ്ട് ചാവും കഴിച്ചു. ഒറ്റ ആർട്ടേ ഉള്ളൂ, മിക്കവാറും ചാവും. നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ എന്ത് ഹീൽ ചെയ്തിട്ട് താഴെ
അയ്യോ കിട്ടിയേ, കിട്ടി സ്കെലിറ്റ് എന്തൊക്കെയാണ് കിട്ടിയിട്ടുണ്ട്. ഓടിക്കോ ഓടിക്കോ ഗൈസ്. ഇവിടെ ഫുള്ള് ലൂട്ടായിട്ടുണ്ട് ഇവിടെ, പക്ഷെ താഴെ ഇറങ്ങാൻ പറ്റത്തില്ല. താഴെ ഇറങ്ങിയ ഫുള്ള് സോംബിയാണ് ഗൈസ്. വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുന്നതല്ലോ, മാക്സിമം ലൈക്ക് അടിക്കുക, പിന്നെ ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യുക ഗൈസ്. ഞാൻ എന്തൊക്കെയുള്ള അയണെല്ലാം ഒന്ന് എടുക്കട്ടെ. ഗൈസ് എനിക്കാണെങ്കിൽ വെളിയിലോട്ട് പോകാനുള്ള വഴിയും അറിയത്തില്ല. എനിക്ക് സോംബി കുരുപ്പ് വന്നത് അടിച്ച് പറിച്ച് ഗൈസ് എന്നെ. എനിക്കാണെങ്കിൽ 3-4 മിനിറ്റേ ഉള്ളൂ. എന്തൊക്കെയായാലും ഗൈസ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബ്ലോക്ക് പൊട്ടിച്ച് മണ്ടയ്ക്കല്ലാണ് ഗൈസ്. സക്സസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴെങ്കിലും പെട്ടുപോവാണെങ്കിൽ ഗൈസ് നമ്മുടെ ആണെങ്കിൽ 30 അയൺ ഇരിപ്പുണ്ട്. 30 അയണും കുറെ ഗോൾഡ് ചെയ്തിട്ടുണ്ട്. പെട്ടുപോയ ഗൈസ് നമ്മുടെ ഉള്ള സാധനം എല്ലാം പോകും. ഇതൊക്കെയാലും പോയി നോക്കാം നമുക്ക്. ഇവിടെ വെള്ളം കിട്ടിയിട്ടുണ്ട്, വെള്ളം വരുന്നുണ്ട് നമുക്ക് ഗൈസ്. വെളി എത്തിയെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്, നമ്മൾ വെളി എത്തിയെന്ന് തോന്നുന്നു. എന്തൊക്കെയാലും മണ്ടയ്ക്കോട്ട് പോകുമ്പോൾ ഇവിടെ വെളിച്ചമൊന്നും കാണുന്നില്ല. മണ്ടയ്ക്കോട്ട് പോകുമ്പോൾ വഴി കിട്ടുന്നില്ല ബസ്. ഇപ്പൊ ചാവും ഗൈസ്. മണ്ടയ്ക്കോട്ട് വഴി കാണുന്നില്ല ഗൈസ്. പെട്ട് മണ്ടയ്ക്കോട്ടുള്ള വഴി കാണുന്നില്ല ഗൈസ്. ഇവിടെ ഫുള്ള് പെട്ട് ഗൈസ്. നിങ്ങള് സാധനം എല്ലാം പോയി, അതെല്ലാം പോയി ഗൈസ്, പോയി ചപ്പ് ഗൈസ്. പക്ഷേ നമ്മൾ ഒന്നുകൂടെ പോയി നോക്കാൻ പോണ ലാസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ഒന്നുകൂടെ പോയി നോക്കാൻ പോണേ. എന്തിനൂടെ ചാവുകയാണ് ഗൈസ്, വയ്യ. ഇനിയും ചാവുകയാണ്, എനിക്ക് ഇനി പോവാൻ വയ്യ. നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫസ്റ്റിലേക്ക് നമുക്ക് ഒരു അയൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കോപ്പറും അയണോടും ഒരുമിച്ചിരിക്കും. നമ്മളിവിടെ ജോയിന്റ് ആയിരിക്കും. നമുക്ക് അതും എടുത്തെടുക്കാം. ഗൈസ് നമുക്ക് എന്തൊക്കെയാലും മാക്സിമം ഈ പ്രാവശ്യം ഫുൾ ആർമർ സെറ്റ് ആക്കും ഗൈസ്. ഈഗോ ആണ് ഗൈസ്, ഈഗോ. നമുക്ക് ഈഗോ അടിച്ചാൽ നമുക്ക് ഫുൾ ആർമർ സെറ്റ് ആക്കാൻ പോവുക. എന്തൊക്കെയായാലും നമ്മൾ സെറ്റ് ആക്കാൻ പറ്റില്ല. ഇവിടെ അയൺ ഇരിപ്പുണ്ട്. എന്തൊക്കെയാലും കാണുന്ന ഫുൾ എടുക്കാം ഗൈസ്. അയൺ എവിടെ കാണുന്ന അവിടുന്ന് എല്ലാം നമ്മൾ അയൺ എടുക്കുന്നതായിരിക്കും. നമുക്ക് എന്തൊക്കെയാലും മണ്ടത്തരം കാണിക്കണ്ട നേരത്തെ കൂട്ട്. നമുക്ക് എന്തൊക്കെയാലും ടോർച്ച് വെച്ച് പോകാം ഗൈസ്. ടോർച്ച് വെച്ച് പോകുന്നത് നല്ലത്. അപ്പൊ നമുക്ക് വഴി തെറ്റത്തില്ല. നമ്മള് അവർക്ക് താഴെ കുത്തിയപ്പോഴത്തേക്കും ക്രീപ്പർ, ഇവിടെ ചുറ്റും ക്രീപ്പർ. എന്തൊക്കെയാലും ഇവിടെ അയൺ ഇരിപ്പുണ്ട്. ഇച്ചിരി മാറി നിൽക്കും ക്രീപ്പർ. നമുക്ക് ഈ അയൺ അങ്ങ് എടുത്തേക്കാം. ഇല്ലേ മാറി അങ്ങനെ തട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അയൺ കൂടെ എടുത്തേക്കാം ഗൈസ്. നമ്മുടെ ഇപ്പൊ തന്നെ 19 അയണേ. നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് ഇനി അയൺ വേണം ഗൈസ്. നമ്മൾ എന്തൊക്കെയായാലും നമ്മളെ ഇത് പോയ ആഴ്ചയിൽ നമ്മൾ തിരിച്ചു പോയതിന്റെ ഡബിൾ നമ്മൾ തിരിച്ചു. എന്തോ ഭാഗ്യത്തിന് ഒരു ക്രീപ്പർ നമ്മുടെ തൊട്ടപ്പുറത്ത് വന്ന് പൊട്ടി. നമ്മുടെ വീട് പൊട്ടിയാണെങ്കിൽ ഈ വീട് ഇതോടെ നിന്നേനെ ഇവിടുന്ന്. ഇവിടെ കുറെ ആളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് ഫുൾ അങ്ങ് എടുത്തേക്കാം. അപ്പൊ നമ്മുടെ ഇപ്പൊ തന്നെ 36 അയണായിട്ടുണ്ട്. നമുക്ക് നേരത്തെ കിട്ടിയ അയണിനെക്കാട്ടി തോനെ അയൺ ഇപ്പൊ കിട്ടിയിട്ടൊന്നും എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് മതിയോ എന്ന് അറിയത്തില്ല. നമുക്ക് എന്തൊക്കെയാലും ഫുൾ അയൺ ആർമറും ഫുൾ അയൺ ടൂൾസും ഉണ്ടാക്കണം ഗൈസ്. അതാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യാനാണ് ഗൈസ്. ഇവിടെയും കുറെ അയൺ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഗോൾഡ് ഉണ്ട്. പക്ഷെ നമ്മുടെ അയണിന്റെ പിക്കാഡിച്ചില്ല. അതുകൊണ്ട് ടോർച്ച് വെച്ചേക്കാം. അതെ ഇവിടെയും കുറെ അയൺ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് സ്റ്റാൻഡ് എടുത്തേക്കാം അല്ലേ? അയൺ എടുക്കണം, എടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും പോകണം. വെളിയിൽ പോകണം. നമ്മൾ വന്ന വഴി എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിയിൽ പോയിട്ട് ഇവിടെ കുറച്ച് ടോർച്ച് വെച്ചേക്കാം. എന്തൊക്കെയാണ് ഇങ്ങോട്ട് വരാണ്. നമുക്ക് ഗോൾഡ് എടുക്കാനായിട്ട് എന്തൊക്കെയാണ് കിട്ടുമായിരുന്നു. ഇപ്പൊ ടോർച്ച് കയറുന്നില്ല. അപ്പൊ നമുക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് ഈ അയൺ ഫുൾ ഉരുക്കണം ഗൈസ്. ഉരുക്കി നമുക്ക് ഫുൾ അയൺ ആർമറും ഫുള്ള് അയൺ ടൂൾസ് സെറ്റ് ആക്കണം ഗൈസ്. ഇപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗൈസ് നമ്മൾ ഫുൾ അയൺ ആർമർ സെറ്റ് ആക്കി. നമ്മുടെ അയൺ ചെസ്റ്റ് പ്ലേറ്റ്, അയൺ ബൂട്ട്സ്, അയൺ ലെഗിൻസ്, അയൺ ഹെൽമെറ്റ്, പിന്നെ ഷീൽഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നെവർ ഗിവ് അപ്പ് ഗൈസ്. നമ്മുടെ ഗോൾഡും അയണും എല്ലാം കുറെ പോയി നമ്മൾ പിന്നെയും കുറെ ട്രൈ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താണ് ഗൈസ് നമ്മൾ ഇപ്പൊ ഇവിടെ ഫുൾ ആർമറും ഫുള്ള് അയണിന്റെ ടൂൾസും ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നേരത്തെ പറഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യാത്തൊരു മുടിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഗൈസ് പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഗൈസ്. അടുത്ത ദിവസം കാണാം. അപ്പോൾ ബൈ ഗൈസ്.